കാസർഗോഡ് ചെറുവത്തൂർ വിജയ ബാങ്ക് ശാഖയിൽ നിന്ന് കവർച്ച ചെയ്ത മുഴുവൻ സ്വർണവും പണവും കണ്ടെത്തി. കവർച്ചയിലെ മുഖ്യ സൂത്രധാരൻ അബ്ദുൾ ലത്തീഫ് ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ 7 പേർ ഉൾപ്പെട്ടതായി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസ് പറഞ്ഞു. ചെറുവത്തൂർ വിജയ ബാങ്ക് ശാഖയിൽ നിന്നും കവർച്ച ചെയ്ത 19 കിലോ സ്വർണവും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തു. ചെർക്കളയിലെ ഉപയോഗശൂന്യമായ കിണറിൽ ചാക്കിൽ കെട്ടിയ നിലയിലും ചേരൂരിലെ ഒരു വീട്ടിൽ കുഴിച്ചിട്ട നിലയിലുമാണ് സ്വർണം സൂക്ഷിച്ചിരുന്നത്. മുഖ്യപ്രതി അബ്ദുൾ ലത്തീഫിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കവർച്ചയുടെ ചുരുളഴിഞ്ഞത്. ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് വൻ കവർച്ചയ്ക്ക് തുമ്മുണ്ടാക്കാനായതെന്ന് ജില്ലാ പോലീസ് ചീഫ് ഡോക്ടർ ശ്രീനിവാസ് പറഞ്ഞു. ഒരു മൂന്നാമറ, ഒരു തേർഡ് ഡിഗ്രി ടോർച്ചർ ഇല്ലാതെ ശാസ്ത്രീയമായ ഒരു ഇൻട്രോഗേഷൻ, സയന്റിഫിക് ഇൻട്രോഗേഷൻ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ കേസ് തളിക്കാൻ സാധിച്ചു. 2010 കാഞ്ഞങ്ങാട്ടെ ഒരു ജ്വല്ലറിയിൽ നിന്നും പട്ടാപ്പകൽ 15 കിലോ സ്വർണവും 7 ലക്ഷം രൂപയും കവർച്ച ചെയ്ത കേസിലെ പ്രതി കൂടിയാണ് അബ്ദുൾ ലത്തീഫ്. ATM കവർച്ച ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയായ മുബഷീർ, ഇടുക്കി സ്വദേശി രാജേഷ് എന്ന മുരളി, ചേരൂർ സ്വദേശി മനാഫ് എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കേസിൽ 4ഓളം പേരെ കൂടി പിടികൂടാനുണ്ട്. ബാങ്കിന് താഴെ വാടകയ്ക്ക് മുറിയെടുത്ത സംഘം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സ്വർണവും പണവും ഉൾപ്പെടെ 5.5 കോടിയുടെ മുതൽ കവർച്ച ചെയ്തത്. കവർച്ച നടന്ന് 5 ദിവസം കൊണ്ട് തന്നെ മുഴുവൻ സ്വർണവും പ്രതികളെയും കണ്ടെത്താനായി എന്നത് പോലീസിന്റെ അന്വേഷണ മികവ് തെളിയിക്കുന്നതായി മാറി. KV ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.